രാജകൊട്ടാരങ്ങളിൽ രാജാവിന്റെ പാനപാത്രം ആദ്യം പരിശോധിക്കപ്പെട്ടിരുന്നു. വിഷം കലർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ. അതോടൊപ്പം രാജാവിന്റെ ജീവൻ സംരക്ഷിക്കാൻ സേവകർ തന്നെ പരീക്ഷിച്ച് നോക്കിയിരുന്നു. രാജാവിന്റെ പാനപാത്രം വിഷവിമുക്തമാണെന്ന് ഉറപ്പിക്കാൻ പരിശോധിക്കുന്നത് പോലെ ദൈവം നമുക്ക് നമ്മുടെ ജീവിത പാനപാത്രങ്ങളിൽ നമ്മുടെ അനുഭവങ്ങൾ, സന്തോഷം, ദുഃഖം, കഷ്ടതകൾ, പരീക്ഷണങ്ങൾ എന്നിവ നൽകപ്പെടുന്നത് നമ്മുടെ നാശത്തിനല്ല, നേരെ മറിച്ച് നമ്മുടെ രക്ഷയ്ക്കും വിശുദ്ധീകരണത്തിനുമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പാനപാത്രത്തിന് ദൈവം നൽകുന്ന അവിടുത്തെ പങ്ക് എന്നുകൂടി അർത്ഥമുണ്ട്. സങ്കീർത്തനം 23:5 നാം ഇങ്ങനെ വായിക്കുന്നു: എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നുവെന്ന്. ഈ വചനത്തിൽ ദൈവത്തിന്റെ സമൃദ്ധമായ കരുതലിന്റെ അനുഭവമുണ്ട്. ഇതൊരു ഭൗതിക സമൃദ്ധിയല്ല. ദൈവത്തിന്റെ സ്നേഹം, കൃപ, സംരക്ഷണം എന്നിവ ജീവിതത്തിൽ അതിരില്ലാതെ ഒഴുകുന്നതിന്റെ അടയാളമാണ്. പാനപാത്രം ഒരിക്കലും ശൂന്യമാകുന്നില്ല. അത് ദൈവിക കൃപയാൽ നിറഞ്ഞതാണ്. നമ്മുടെ ജീവിതത്തിൽ വേദനയുണ്ടെങ്കിലും ദൈവ സാന്നിധ്യം അതിനെ അനുഗ്രഹത്തിന്റെ അനുഭവമാക്കി മാറ്റുന്നു. നോമ്പുകാലം നമ്മെ ശൂന്യമാക്കുന്ന കാലമാണ്. അഹങ്കാരം, സ്വാർത്ഥത, പാപം എന്നിവ ഒഴിഞ്ഞു പോകുന്ന സമയം. ഹൃദയം ശൂന്യമാകുമ്പോഴാണ് ദൈവം അതിനെ തന്റെ കൃപയാൽ നിറയ്ക്കുന്നത്. ദൈവം നമ്മെ ആവശ്യത്തിന് മാത്രം അല്ല, അധികമായി നിറഞ്ഞൊഴുകും വിധം അനുഗ്രഹിക്കുന്നു. ദൈവത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ ജീവിത സാഹചര്യങ്ങൾക്ക് കോട്ടം സംഭവിക്കാം. പക്ഷേ നമ്മുടെ ഹൃദയം സമാധാനത്താൽ നിറയുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 39-ാം വാക്യം: അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്നു വീണു പ്രാർത്ഥിച്ചു, എന്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകട്ടെ, എങ്കിലും എന്റെ ഹിതം പോലെയല്ല, അവിടുത്തെ ഹിതം പോലെയാകട്ടെ.